ഹായ്, ദിസ് ഈസ് ലേൺ വിത്ത് റനീബ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IC എൻജിൻ പാർട്സുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് IC എൻജിൻ്റെ പാർട്സുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ഇത് സിലിണ്ടർ ഹെഡാണ്. അതിൽ നമുക്ക് സിലിണ്ടർ ഹെഡിനകത്ത് വരുന്നത് വാൽവിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ സ്പാർക്ക് പ്ലഗ്. അത് കഴിഞ്ഞിട്ട് മെയിൻ പാർട്സായിട്ടുള്ള IC എൻജിൻ്റെ മെയിൻ പാർട്സായിട്ടുള്ള നമ്മുടെ പിസ്റ്റൺ, ഇതിനകത്തായിട്ട് നമുക്ക് കണക്റ്റിംഗ് റോഡ് കാണാം. ഇതിന് മൊത്തത്തിൽ നമുക്ക് പറയുന്ന പേരാണ് സിലിണ്ടർ ബ്ലോക്ക്. ഏറ്റവും താഴെ നമ്മൾ കാണുന്നതാണ് ഓയിൽ സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ഇതിലാണ് നമുക്ക് എൻജിന് ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഫ്ലൈ വീൽ, ഇവിടെയാണ് നമ്മുടെ എൻജിൻ്റെ പവർ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഫ്ലൈ വീൽ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് ട്രാൻസ്മിഷനായിട്ടുള്ള ഭാഗങ്ങൾ പുറകിലോട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ എൻജിൻ ഫാന് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് എൻജിനൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് പാർട്സുകൾ മൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ ഫ്ലൈ വീൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഈ ഫസ്റ്റ് സിലിണ്ടറിനകത്തുള്ള പിസ്റ്റൺ നമുക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഈ ഒരു പൊസിഷനെ പറയുന്ന പേരാണ് TDC എന്നാണ് നമ്മളിതിനെ വിളിക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കാം, തൊട്ടടുത്ത സിലിണ്ടറിലേക്ക് നോക്കാം, അതിൻ്റെ തൊട്ടടുത്ത സിലിണ്ടറിൽ നോക്കാം. രണ്ടും വ്യത്യസ്തമായ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ തേർഡ് സിലിണ്ടറിനകത്തുള്ള പിസ്റ്റൺ നമുക്ക് ഇപ്പോൾ കാണുന്നത് ഏറ്റവും താഴെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് BDC എന്ന് വിളിക്കാറുള്ളത്. BDC എന്ന് വെച്ചാൽ ബോട്ടം ഡെഡ് സെൻറ്റർ എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ TDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നതാണ് സിലിണ്ടർ ഹെഡ്. അതുപോലെ ഈ മുകളിൽ കാണുന്നതാണ് സിലിണ്ടർ ഹെഡ് കവർ. അപ്പോൾ അതിനകത്തായിട്ട് നമുക്ക് ഈ കാണുന്ന 1, 2, 3 ഇങ്ങനെ എക്സെട്ര ഒരുപാട് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ റോക്രാം അസംബ്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു സിലിണ്ടറിലേക്കുള്ളത് വാൽവിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1, 2 ഇത് ഒരു സിലിണ്ടറിലേക്കുള്ള വാൽവാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഭാഗമാണ് നമ്മുടെ റോക്രാം അസംബ്ലി. ഇപ്പോൾ ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 3 സിലിണ്ടർ എൻജിൻ്റെ സിലിണ്ടർ ഹെഡാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഇത് ഫസ്റ്റ് സിലിണ്ടർ, ഇത് സെക്കൻഡ് സിലിണ്ടർ, ഇത് തേർഡ് സിലിണ്ടർ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വാൽവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കാം, ഒരു സിലിണ്ടറിനകത്ത് 2 വാൽവാണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് എക്സോസ്റ്റ് വാൽവ്, മറ്റൊന്ന് ഇൻലെറ്റ് വാൽവ്. അപ്പോൾ വാൽവിൻ്റെ ഫംഗ്ഷൻ ഒന്ന് ഞാൻ പറയാം. വാൽവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻലെറ്റ് വാൽവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻജിനകത്തേക്ക് പെട്രോൾ എഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ എയർ ഫ്യൂൽ മിക്സറിനെ കടത്തിവിടുക എന്നുള്ളതാണ് വാൽവിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമുക്കായിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ വെളിയിലേക്ക് വിടുക എന്നുള്ളതാണ് എക്സോസ്റ്റ് വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വാൽവിനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതാണ് വാൽവ്. ഇപ്പോൾ വാൽവിൻ്റെ ഭാഗങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വാൽവിൻ്റെ ഹെഡ് എന്ന് നമുക്ക് പറയാം. ഇവിടെ കാണിച്ചിട്ടുള്ളത് വാൽവിൻ്റെ ഹെഡ് എന്ന് പറയാം. അതുപോലെ ഇവിടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ഭാഗം കാണുന്നുണ്ട്, ചെറിയ മാർജിൻ എന്നാണ് ഇതിനെ പറയാറുള്ളത്. അതുപോലെ ഇവിടെ ചെറിയൊരു ചെരിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് കാണാം. ഏകദേശം നമുക്ക് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ ആംഗിൾ വരുന്ന വാൽവ് ഫേസ് എന്നാണ് ഇവിടെ പറയാറുള്ളത്. അതുപോലെ നമുക്ക് മുകളിൽ കാണുന്നതാണ് വാൽവിൻ്റെ സ്റ്റെം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് നമുക്ക് വാൽവിൻ്റെ ടിപ്പ്, ഈ ഭാഗത്തിനാണ് വാൽവിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. ഞാനിത് സിലിണ്ടർ ഹെഡിൽ നിന്നും വെളിയിലേക്ക് എടുക്കാതെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ഇൻലെറ്റ് വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എൻജിനകത്തേക്ക് എയർ ഫ്യൂൽ മിക്സറിനെ കടത്തിവിടുക. അത് പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ, അതുപോലെ ഡീസൽ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഓൺലി എയറിനെയാണ് അലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഗ്യാസിനെ വെളിയിലേക്ക് വിടുവാൻ വേണ്ടിയിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റാണ് എക്സോസ്റ്റ് വാൽവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കാണാൻ സാധിക്കുന്നത് പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് അസംബ്ലിയാണ് കാണുന്നത്.
അപ്പോൾ നമ്മൾ ഈ പിസ്റ്റൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിസ്റ്റൺ നമ്മൾ എൻജിനിൽ എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന സമയത്ത് ആ എക്സ്പ്ലോഷൻ ഫോഴ്സ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻജിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് പിസ്റ്റൺ എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് കണക്റ്റിംഗ് റോഡ്. പിസ്റ്റൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ഞാനിവിടെ തൊട്ടിട്ടുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് പിസ്റ്റൺ ഹെഡാണ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ക്രൗൺ. പിസ്റ്റൺ ക്രൗൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അടുത്തതായിട്ട് അതിൻ്റെ തൊട്ട ഭാഗം നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് പിസ്റ്റൺ ലാൻഡ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്, പിസ്റ്റൺ ലാൻഡ്. അതിൻ്റെ ഇടയ്ക്കുള്ള പിസ്റ്റൺ റിംഗ് ഗ്രൂവ്. ഈ ഗ്രൂവുകളിലായിട്ട് നമുക്ക് സാധാരണ പിസ്റ്റനകത്ത് 2 റിങ്ങുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് കംപ്രഷൻ റിംഗ്, മറ്റൊന്ന് ഓയിൽ റിംഗ്. അപ്പോൾ ടോപ്പ് മോസ്റ്റ്, അതായത് ടോപ്പിൽ 2 കംപ്രഷൻ റിങ്ങും അതുപോലെ താഴെ നമുക്ക് ഒരു ഓയിൽ റിങ്ങുമാണ് സാധാരണ എൻജിൻ പിസ്റ്റനകത്ത് ഉണ്ടാകാറുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്ന പിസ്റ്റൻ്റെ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് പിസ്റ്റൺ സ്കേർട്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെ നമുക്ക് പറയാം, അതായത് ഗഡ്ജിയൻ പിന്ന്. ഇതിനകത്തൂടെ നമ്മൾ ഗഡ്ജിയൻ പിന്ന് അല്ലെങ്കിൽ റിസ്റ്റ് പിൻ എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഈ റിസ്റ്റ് പിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ സ്മാൾ എൻഡ് കണക്ട് ചെയ്യുന്നത് ഈ ഗഡ്ജിയൻ പിന്നിൽ അല്ലെങ്കിൽ റിസ്റ്റ് പിന്നിലാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എൻജിനിൽ കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ക്രാങ്ക് പിന്നിലോട്ടാണ് ഇത് കണക്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി. ഇത് മൂന്നും ഒരുമിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം പിസ്റ്റൺ. അതുപോലെ നമ്മളെ കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡ് ഗഡ്ജിയൻ പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ക്രാങ്ക് പിന്നിലേക്ക് കണക്ട് ചെയ്തതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു 6 സിലിണ്ടർ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഭാഗമാണ് നമ്മൾ ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്, എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. ഇത് മെയിൻ ജേണൽ എന്ന് പറയും, ഇത് ക്രാങ്ക് പിൻ എന്ന് പറയും, ഇതിന് നമ്മൾ വെബ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാം ഷാഫ്റ്റ്. ഈ കാണുന്നതാണ് നമുക്ക് ക്യാം ഷാഫ്റ്റ്, എൻജിൻ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ക്യാം ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വാൽവിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാം ഷാഫ്റ്റ് എൻജിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ പമ്പിനുള്ള ഡ്രൈവും കൂടി കൊടുക്കുന്നത് ക്യാം ഷാഫ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.